തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് മുതലേ ഒരു സ്വാധീനമുള്ള താഴെ തട്ട് മുതൽ കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം താഴെ തട്ട് മുതൽ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോ പ്രചാരണങ്ങളൊക്കെ പണ്ട് മുതലേ ഈ താമര ചിഹ്നത്തിലൊക്കെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ, പി അശോക് കുമാർ. അദ്ദേഹം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഈ സമയത്തും വീണ്ടും സജീവമാണ്. പക്ഷെ അദ്ദേഹം തന്റെ ഈ ആദ്യ കാലഘട്ടങ്ങളിലെ ബി.ജെ.പി പ്രവർത്തനം അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരുടെയും CPM-കാരുടെയും ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തനം നടത്തിയത്. പക്ഷേ ആ CPM-കാരും കോൺഗ്രസ്സുകാരൊക്കെ ആ രീതിയിൽ അദ്ദേഹത്തെ ചെയ്തെങ്കിലും അതിൽ നിന്നും പിന്നോട്ട് പോകാതെ ഇന്നും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് അദ്ദേഹം ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലും അദ്ദേഹം അനുഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ബി.ജെ.പി ആദ്യമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. വർഷം 1989. സ്ഥാനാർത്ഥി പി അശോക് കുമാർ. ചിഹ്നം തങ്കത്താമര. പ്രതികൂലമായിരുന്നു രാഷ്ട്രീയ കാലാവസ്ഥ. ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന LK അദ്വാനി പ്രചാരണത്തിന് തിരുവനന്തപുരത്തെത്തുന്നു. പക്ഷേ പൊതുയോഗത്തിന് പന്തൽ കെട്ടാൻ പോലും സ്ഥലമനുവദിക്കാതെ ഭരണകൂടത്തിന്റെ ഭീകരത. രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന്റെ പിൻബലവും KG മാരാർ എന്ന മാരാർജിയുടെയും PP മുകുന്ദൻ എന്ന മുകുന്ദേട്ടന്റെയും സംഘടനാ വൈഭവം. ഇങ്ങനെ തരണം ചെയ്യപ്പെട്ട പ്രതിസന്ധികൾ ഓർക്കുകയാണ് അധ്യാപകനായിരുന്ന പി അശോക് കുമാർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എനിക്ക് 1989 മത്സരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് എൻ്റെ എതിരാളികളെന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ചാൾസ്, പിന്നെ മാർക്സിസ്റ്റ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച ONV കുറുപ്പ്. വളരെ പ്രസിദ്ധന്മാരാണ് ഇവർ രണ്ടുപേരും. ചാൾസ് അതിന് മുമ്പും MP ആയിരുന്ന ആളാണ്. അപ്പോൾ നമ്മളെ അന്ന് നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഇത്, പിന്നെ നമുക്ക് MP-മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും നമ്മൾ ആൾക്കാരെ കാണാനൊക്കെ പോകുമ്പോൾ പലർക്കും നിഷേധാത്മകമായ ഒരു നയമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് സംഘാനുഭാവികൾ, അതുപോലെ ഈശ്വരവിശ്വാസികൾ, അങ്ങനെ ഒരു ചെറിയ വിഭാഗം മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോഴത്തേക്കും അവർ ഇവിടെ BJPക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമ്മളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷെ അന്നുണ്ടായിരുന്നത് പണത്തെക്കാൾ ഉപരി ആത്മാർത്ഥതയുള്ള, എന്തും പാർട്ടിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗം ആൾക്കാർ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. മുരളി മനോഹർ ജോഷി, വെങ്കയ്യ നായിഡു, അങ്ങനെ പ്രഗത്ഭർ പി അശോക് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തലസ്ഥാനത്തെത്തിയിരുന്നു. തുടർച്ചയായി 25 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇത്തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നതിൽ പൂർണ്ണ വിശ്വാസം. പണ്ടത്തെ അനുഭവമല്ല ഇന്നുണ്ടാവണം. അവരെല്ലാം മോഡിയെ ദൈവത്തിന് തുല്യം ആദരിക്കുന്നുണ്ട്. അവരെല്ലാം മോഡി ഇനിയും ആയുസ്സും ആരോഗ്യത്തോടും കൂടി കുറേ കാലം കൂടി ഇന്ത്യ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നേരിട്ട് പറയുന്നുണ്ട്. മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ മോഡിജിക്ക് ചെയ്യാൻ കഴിയും. 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തതാണ് തിരുവനന്തപുരത്തിന് എയിംസ് തരാമെന്ന്. ഇന്നിപ്പോൾ എത്ര വർഷമായി? 70-75 വർഷമായി. ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. മോഡിജിക്ക് അത് സാധിക്കും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി അധികാരത്തിൽ കേന്ദ്രമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ ഉറപ്പ് നമുക്കൊരു എയിംസ് കിട്ടും. കാലം 30 പിന്നിടുമ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചവർ മുഖ്യ എതിരാളിയായി BJPയെ അംഗീകരിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന തുടർച്ചയിൽ തിരുവനന്തപുരത്തിന്റെ സംഭാവന ഇത്തവണ കട്ടായമെന്നാവർത്തിച്ച് പി അശോക് കുമാർ പതിവ് പുഞ്ചിരിയോടെ എണീറ്റു. പ്രചാരണത്തിന്റെ ഭാഗമായി ഭവന സന്ദർശനങ്ങളാണ് അടുത്ത അജണ്ട. ശിഷ്യരെ നേരിൽ കാണാനിറങ്ങുന്ന പഴയ അധ്യാപകന്റെ പ്രായം തളർത്താത്ത അതേ ചുറുചുറുക്കാണ് അദ്ദേഹത്തിനിന്നും. ജനം, തിരുവനന്തപുരം.